ബിനോയ് വിശ്വത്തിനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കും അന്ന് PM-ശ്രീ പദ്ധതിയിൽ ഖണ്ഡിച്ചതിനെ ഇപ്പോൾ അവർ ശരിക്കും ഭയക്കുന്നുണ്ട്. കാര്യം വോട്ട് ബാങ്ക്, വോട്ടെന്ന് പറയുന്നത് CPM കൂടെ ഇട്ടാലേ, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി CPI മത്സരിച്ചാലും CPIയുടെ കാൻഡിഡേറ്റ് മത്സരിച്ചാലും പണിയെടുക്കേണ്ടത് CPM ആണ്. പണിയെടുക്കേണ്ടത് CPM ആണ്. പണിയെടുക്കാൻ അവരെ ആളെ കിട്ടണ്ടേ? ബ്രാഞ്ച് തലത്തിൽ ഇപ്പോൾ അവർക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല, അവരുടെ അംഗങ്ങളറിയില്ല. പക്ഷെ നല്ല നേതാക്കളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന സീറ്റ് വിഭജനത്തിന്റെ ചർച്ച നടക്കുന്ന അവസരത്തിൽ അവിടെ ചെന്നിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മളൊന്നും അങ്ങനെയൊന്നും ചർച്ച ഉണ്ടായിട്ടില്ല എന്ന്. അതായത് CPM കഴിഞ്ഞാലാണ് CPIക്ക് സീറ്റ് കിട്ടുള്ളൂ എന്നുള്ള കൃത്യമായ ബോധ്യമായിരിക്കണം. അല്ല, MLA ആകാൻ ആളെ കിട്ടണം. MLA പാർലമെന്റ് തലത്തിൽ അവർക്ക് ആള് വേണ്ടേ? ഇപ്പൊ അവര് 4 മന്ത്രിമാർ, എത്ര മന്ത്രിമാരുള്ള? ചിഞ്ചുറാണിയുണ്ട്, അനിലുണ്ട്, രാജനുണ്ട്, ഇങ്ങനെ എണ്ണം പറഞ്ഞ 4 മന്ത്രിമാർ, ഡെപ്യൂട്ടി സ്പീക്കറുണ്ട്. ഇങ്ങനെ ഇത്രയും പേരുണ്ടെങ്കിൽ വോട്ട് കിട്ടണ്ടേ? അവർക്ക് MLA ആണ്. ഇപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ PM-ശ്രീ വിഷയം അല്ലെങ്കിൽ നമ്മൾ തുടക്കം മുതൽ ഈ മുന്നണി യോഗത്തിലെ പൂരം കലക്കിയ വിഷയം, തൃശ്ശൂർ എന്ന് പറഞ്ഞത് CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ അവിടെ മത്സരിച്ച VS സുനിൽകുമാർ എന്ന് പറഞ്ഞ ജനകീയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ തോൽവിക്ക് കാരണം ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപി ഇറക്കി കളിച്ചൊരു ഡ്രാമയാണ്.